കഴിഞ്ഞ മാസത്തിന്റെ സാലറി ഒന്നും പെൻഡിങ് ആണ്. സാലറി തരാടാ. ഞാൻ അങ്ങോട്ട് തന്നെ വിളിക്കാതിരിക്കുന്നത്. എന്തായാലും ഒന്ന് നോക്കട്ടെ. ഈ ഒരു ആഴ്ചയോടെ നീ ഒന്ന് ശ്രമിക്കും. കുറച്ച് ഫണ്ട് നമുക്ക് വരാനുണ്ട്. 45,000 ഈ പ്രാവശ്യം തകർത്ത് റിയാസേ. ഇപ്രാവശ്യം ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ടച്ച് ചെയ്യാൻ പറ്റും. ഞാനിതുപോലെ ഈ മാസം എന്താകും, പക്ഷേ പടച്ചോൻ്റെ ഹയറുകൊണ്ട് ഈ മാസം അത് ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം ഈ സാധനത്തിലേക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓ അടിപൊളി. ഇത് കഴിയുമ്പോഴേ ചിലവുണ്ട്, പോയിട്ട് ഫാമിലിയെ വിളിച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്യാം. ചിലവുണ്ട്, ഒന്ന് കറങ്ങാം കേട്ടാ. ചിലവുണ്ട്. അൽത്താഫേ കഴിഞ്ഞ മാസത്തിന്റെ സാലറി ഒന്നും പെൻഡിങ് ആണ്. സാലറി തരാടാ. ഞാൻ അങ്ങോട്ട് തന്നെ വിളിക്കാതിരിക്കുന്നത്. എന്തായാലും ഒന്ന് നോക്കട്ടെ. ഈ ഒരു ആഴ്ചയോടെ നീ ഒന്ന് ശ്രമിക്കും. കുറച്ച് ഫണ്ട് നമുക്ക് വരാനുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ നീ വിളിച്ചപ്പോഴും അൽത്താഫ് അവർ വിളിക്കായിരുന്നേ, പക്ഷെ അവർ എന്നോട് പറഞ്ഞത് ഈ ആഴ്ച കഴിഞ്ഞൊന്ന് നോക്കട്ടെ എന്നുള്ള രൂപത്തിലാണ്. നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും എനിക്കറിയാം തന്നിട്ടാന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് നിനക്ക് തരാം കേട്ടോ. വേറെ എന്താ വിശേഷം? ശരിയടാ, ഞാൻ വിളിച്ചോളാം കേട്ടോ. 5 മണിക്ക് പോവാൻ കേട്ടോ ബാദ്ഭായ്. പോവാം. പക്ഷെ ഒന്നിനു മുമ്പേ ബാദ്ഭായ്, നമ്മളൊക്കെ ബിസിനസ്സിലെ പ്രോഫിറ്റും ലോസും ഒക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് പൈസ ഇടപാട് നടത്തുന്ന ആൾക്കാരുമാണ്. ഈ ബിസിനസ്സുകൾ വലുതാവാൻ ഒരൊറ്റ സീക്രട്ടേ ഉള്ളൂ ഇബാദ് ഭായ്. അത് ബിസിനസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യലല്ല, അത് ബ്രാൻഡ് ബിൽഡ് ചെയ്യലും അല്ല, അത് കുറേ ബിൽ ബോർഡ്സും സൈനേജും വെക്കലും അല്ല, അത് കൂടെ ഉള്ളൊരു പരിഗണിക്കലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാലേ നമുക്ക് ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ബിസിനസ് ഓണേഴ്സിന്, നമ്മൾ കേൾക്കുന്ന ബിസിനസ് ഓണേഴ്സും മനസ്സിലാക്കാനുള്ളതാണ്. ബിസിനസ്സിൽ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ആരെ പരിഗണിക്കണം എന്നൊരു വലിയ ചോദ്യമുണ്ട്. സപ്ലയറിനെ ആണോ, അതോ നമ്മുടെ മാർക്കറ്റിങ്ങിലാണോ, ഓപ്പറേഷൻസിലാണോ? ഞാൻ പറയും, കൂടെ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അത് നമ്മുടെ സ്റ്റാഫ്സാണ്, നമ്മുടെ എംപ്ലോയീസാണ്. അവർക്ക് കൊടുക്കാതെ ഏത് പാർട്ടി നടത്തിയാലും, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും, എവിടെ റീഇൻവെസ്റ്റ് ചെയ്താലും ബിസിനസ് രക്ഷപ്പെടില്ല, ഗതി പിടിക്കില്ല. ഞാൻ സ്നേഹം കൊണ്ട് പറയാണ്, കച്ചവടത്തിൽ പൈസ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എംപ്ലോയീസിന്, നമ്മളെ കൂടെ നിൽക്കുന്നവരെ പരിഗണിച്ച് അവർക്ക് ആദ്യം എത്തിക്കണം. 1-ാം തീയതി കൊടുക്കാൻ പറ്റുന്ന, 1-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം നെക്സ്റ്റ് ലെവലിൽ പോവും. 1-ാം തീയതി മനസ്സിന് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന സ്റ്റാഫ് പണിയെടുക്കുന്ന ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ പോവില്ല ബാദ് ഭായ്, പോവില്ല. അൽത്താഫിനൊന്ന് വിളിച്ചാലേ? ഞാൻ വിളിച്ചു. ഞാൻ അൽത്താഫിനെ വിളിക്കട്ടെ. അപ്പം അങ്ങനെ പോവില്ലേ ബാദ് ഭായ്? എത്ര ഇനി ഉയരത്തിലേക്ക് ബാദ് ഭായ് ചിന്തിച്ചാലും, എത്ര പാർട്ടി നമുക്ക് തന്നാലും അനുഗ്രഹത്തിൻ്റെ ഡോറ് നമുക്ക് മുന്നിൽ അടഞ്ഞു പോകും ബാദ് ഭായ്. ഞാൻ അൽത്താഫിനെ വിളിച്ച് പറഞ്ഞോളാം റിയാസ്, കുഴപ്പമില്ല.